8 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം വിവരം പുറത്തറിയാതിരിക്കാൻ കൊലപ്പെടുത്തി കനാലിലെറിഞ്ഞു. പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ. ഇവരെ പോലീസ് ന്യൂസ് ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പീഡന വാർത്തയെങ്കിലും കേൾക്കുമെന്നുള്ളതാണ്. പക്ഷെ അതിലുള്ള പ്രതികൾ എന്ന് പറയുന്നത് ഒട്ടുമിക്കത്തിലും വരുന്നത് പ്രായം കൂടിയ ആളുകളാണ്. പക്ഷെ എന്നാൽ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇവിടെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ചെയ്ത പ്രതികൾ എന്ന് പറയുന്നത് 12 വയസ്സിനും 15 വയസ്സിനും താഴെ മാത്രം പ്രായമുള്ള കുട്ടികളാണ്. നിങ്ങൾ ആലോചിക്കണം, വെറും 12 വയസ്സും 15 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളാണ് ഈ ഒരു ക്രൂരമായിട്ടുള്ള ഈ ഒരു കൃത്യം ചെയ്തു വെച്ചിട്ടുള്ളത്. എന്താണ് ചുരുക്കത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു തരാം. ഈ ആൺകുട്ടികൾ കളിക്കുന്ന ആ ഒരു മൈതാനത്തിലേക്ക് ഈ ഒരു പെൺകുട്ടിയെ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയെ അവിടേക്ക് വിളിച്ചു വരുത്തിയാണ് കളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവിടെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു മെഷീൻ ഹൗസ് ഉണ്ട്. അതിൽ വെച്ചിട്ട് ഈ ഒരു 3 കുട്ടികൾ വളരെ ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ, വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഈ പ്രായപൂർത്തിയാകാത്ത ഈ ആൺകുട്ടികൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. അതിനുശേഷം ഇത് പുറത്ത് പറയുമെന്ന് കരുതിയിട്ട് ആ ഒരു പെൺകുട്ടി ഇതങ്ങാണ്ട് പുറത്ത് പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് വളരെ ക്രൂരമായിട്ട് ആ ഒരു കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതും പോരാഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, അടുത്തുകൂടി ഒഴുകുന്ന ഒരു കനാലുണ്ട്, ഒരു പുഴയുണ്ട്, അതിലേക്ക് ഈ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കുറെ നേരമായിട്ടും ഈ കുട്ടിയെ കാണാത്തത് കൊണ്ട് ഒരു പരാതി നൽകി, പോലീസിൽ പരാതി നൽകി. പക്ഷേ അതൊരു മിസ്സിംഗ് ആണെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ പോലീസ് നായയെ കൊടുന്ന് അവിടെയുള്ള പരിശോധന നടത്തിയ സമയത്ത് ഈ 3 ആൺകുട്ടികളുടെയും വീട്ടിലേക്കാണ് ആ പോലീസ് നായ ഓടിപ്പോയിട്ടുള്ളത്. അങ്ങനെ അവിടെയുള്ള കുട്ടികളെ ചോദ്യം ചെയ്തു. ഈ 3 കുട്ടികളെയും ചോദ്യം ചെയ്തപ്പോൾ അതിലൊരു കുട്ടി കുറ്റം സമ്മതിക്കുകയായിരുന്നു. അപ്പൊ ഏതായാലും ആ ഒരു ന്യൂസ് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. 12 വയസ്സിനും 15 വയസ്സിനും മധ്യേ പ്രായമുള്ള 3 കുട്ടികളാണ് ക്രൂരകൃത്യത്തിന് പിന്നിൽ. കഴിഞ്ഞ ഞായറാഴ്ച വീടിന് സമീപത്തെ മൈതാനത്ത് കുട്ടിയെ കളിക്കാൻ വിളിച്ച ശേഷമായിരുന്നു പീഡനം. മൈതാനത്തോട് ചേർന്നുള്ള പമ്പ് ഹൗസിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയി ശാരീരിക പീഡനത്തിന് വിധേയയാക്കി. ഈ വിവരം പുറത്തു പറയാതിരിക്കാൻ കൊലപ്പെടുത്തി. ഇതിനുശേഷം കൃഷ്ണാ നദിയിൽ നിന്നുള്ള കനാലിലേക്ക് മൃതദേഹം കൊണ്ടിടുകയായിരുന്നു. കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യം വിവരമൊന്നും ലഭിച്ചില്ല. തുടർന്ന് പോലീസ് നായയെ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനയിൽ പ്രതികളായ ആൺകുട്ടികളുടെ വീടുകളിലേക്ക് നായ എത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുട്ടികളിൽ ഒരാൾ കുറ്റസമ്മതം നടത്തി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മൃതദേഹം നദിയിൽ നിന്നും കണ്ടെടുത്തത്. 3 കുട്ടികളെയും അറസ്റ്റ് ചെയ്ത് കുട്ടികൾക്കായുള്ള ജയിലിലേക്ക് മാറ്റി. വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ. നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യമാണ് പീഡന കേസ്. പക്ഷെ അതിലുള്ള പ്രതികൾ എന്ന് പറയുന്നത് പ്രായത്തിന് മൂത്ത വ്യക്തികളാണ് വരാറുള്ളത്. ഇവിടെ ഇപ്പോൾ ഇതേ 12, 13, 14 വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്. അവരുടെ മനസ്സിന്റെ ക്രൂരത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇവരെ മാറ്റിയിരിക്കുന്നത് കുട്ടികൾക്കുള്ള ജയിലിലേക്കാണ്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെയൊന്നും വെച്ച് കുറിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം കുട്ടികളാണ്, ശരിയാണ്, പക്ഷെ അവർക്ക് അത്തരത്തിലുള്ള ഒരു ക്രൂര മനസ്സുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യില്ലല്ലോ. കുട്ടികളാണെന്നുള്ള ഒരു പരിഗണന അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ നിയമം ഇങ്ങനെയാണ്, അതുകൊണ്ട് അവർക്ക് ആ ഒരു ശിക്ഷയെ കിട്ടുള്ളൂ. അവരിനി കുറച്ച് കഴിയുമ്പോൾ വെറുതെ വിടും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ശിക്ഷയുള്ളൂ എന്ന് അവർ കരുതും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തുന്നിടത്തുള്ള ഭയമാണ് ഇതൊക്കെ. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാ. വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വെറും 12, 13, 14 വയസ്സുള്ള, അതായത് ഇത്ര വലിപ്പമുള്ള കുട്ടികൾ എന്തൊക്കെയോ ചെയ്ത് കൊന്നു കളഞ്ഞു. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഏതായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇവരെ ഒന്നും ഇങ്ങനെ വിട്ടിട്ടൊരു കാര്യമില്ല. എന്തിന് ഇത്ര ക്രൂര മൈൻഡില്ലത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.